പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ കേൾക്കുന്നത് FLBFM ഗോസ്പൽ റേഡിയോ ഒരുക്കുന്ന കൃപാധ്വനികൾ. ഞാൻ റവറൻ സാലിൻസ് എസ് ദാസ്. ഇന്നത്തെ ദൈവവചനം മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 28 വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയ ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയ ശ്രോതാക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് വിശ്രമം. ശരീരത്തിന് വിശ്രമം ആവശ്യമുള്ളതുപോലെ നമ്മുടെ മനസ്സിനും ആത്മാവിനും വിശ്രമം ആവശ്യമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളും രോഗങ്ങളും സാമ്പത്തിക ഭാരങ്ങളും കുടുംബ ഉത്തരവാദിത്തങ്ങളും പലപ്പോഴും നമ്മെ ക്ഷീണിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ യേശു നമുക്കൊരു അത്ഭുതകരമായ ക്ഷണം നൽകുന്നു. എൻ്റെ അടുക്കൽ വരുവിൻ. പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച ശേഷം വരുവിൻ എന്നല്ല, ഭാരം കുറഞ്ഞ ശേഷം വരുവിൻ എന്നുമല്ല. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ എത്തുവാൻ യേശു വിളിക്കുന്നു. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ തന്നെ പിടിച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഭയവും ഉത്കണ്ഠയും വർദ്ധിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, അവൻ്റെ ഇഷ്ടത്തിന് നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു അതുല്യമായ സമാധാനം നിറയുന്നു. ഓരോ വെല്ലുവിളിയും വരുമ്പോൾ ആദ്യം ദൈവത്തെ അന്വേഷിക്കുക. കർത്താവേ, ഈ സാഹചര്യത്തിലൂടെ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. അവൻ്റെ ശബ്ദം കേൾക്കാൻ സമയം കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറാതിരുന്നാലും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നിറയും. ഇന്ന് നിങ്ങൾ ക്ഷീണിതരാണോ? ഭാരങ്ങൾ കൊണ്ട് താഴ്ന്നിരിക്കുകയാണോ? യേശുവിൻ്റെ ഈ ക്ഷണം സ്വീകരിക്കുക. നിങ്ങളുടെ ആശങ്കകളും ഭയങ്ങളും അവൻ്റെ കാൽക്കൽ സമർപ്പിക്കുക. അവൻ നിങ്ങൾക്ക് വിശ്രമവും സമാധാനവും നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുകയും നിൻ്റെ സമാധാനത്താൽ എന്നെ നിറയ്ക്കുകയും ചെയ്യണമേ. എൻ്റെ ഭാരങ്ങൾ എല്ലാം നിൻ്റെ പാദങ്ങൾ വയ്ക്കുന്നു. എന്നെ നയിക്കണമേ. ആമേൻ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു നിമിഷം എടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ യേശുവിനടുക്കൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഭാരങ്ങൾ അവന് നൽകുക. പകരം അവൻ നൽകുന്ന വിശ്രമം സ്വീകരിക്കുക. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് FLBFM ഗോസ്പൽ റേഡിയോ സ്റ്റേഷൻ ഒരുക്കുന്ന കൃപാധ്വനികൾ എന്ന വചന പരമ്പരയാണ്. ഞാൻ നിങ്ങളുടെ സലൻ അച്ഛൻ. ഞാൻ നിന്റെ സൗഖ്യദായകൻ, എൻ വചന